ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ സാരി ഡ്രപ്പിങ്ങിൻ്റെ തന്നെയാണ്. പക്ഷെ നമുക്കിന്ന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഹിപ്പ് പ്ലീറ്റ്സിനാണ്. അപ്പോൾ 6 തരത്തിലുള്ള ഹിപ്പ് പ്ലീറ്റ്സ് ആണെന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ സാരി ഡ്രപ്പിംഗ് വീഡിയോസൊക്കെ ഞാൻ ഒത്തിരി ഇട്ടിട്ടുണ്ട്, ഹിപ്പ് പ്ലീറ്റ്സും പല രീതിയിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളിന്ന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഹിപ്പ് പ്ലീറ്റ്സിനാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സാരി കണ്ടിട്ട് വീഡിയോയിലോട്ട് പോവാം. ഇതാണ് സാരി. വയലറ്റ് കളർ സാരിയിൽ ഗ്രീൻ കളർ ബോർഡർ വന്നിട്ടുള്ള ഹെവി ആയിട്ടുള്ളൊരു പട്ടുസാരിയാണ് എടുത്തേക്കുന്നത്. സാധാരണ നമുക്ക് പട്ടുസാരി ഉടുക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ട് തോന്നാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പട്ടുസാരി തന്നെ ഹിപ്പ് പ്ലീറ്റ്സ് ചെയ്യാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് പട്ടുസാരി ഫുള്ള് വരുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ സാരി ഉടുക്കുന്ന പോലെ തന്നെ സാരി ഉടുത്ത് തുടങ്ങാം. പിന്നെ എനിക്ക് പറയാനുള്ള നമ്മുടെ ഈ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഹിപ്പ് പ്ലീറ്റ്സ് സിമിലർ എല്ലാം ഒരുപോലെ ആണെങ്കിലും നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് അവർക്ക് പറ്റുന്ന രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു ഹിപ്പ് പ്ലീറ്റ്സിൻ്റെ വീഡിയോ ഇട്ടത് തന്നെ. അപ്പോൾ 6 നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് അതാണ് നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ സാരി ഉടുത്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റായിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഞാൻ മുന്താണി പ്ലീറ്റ്സിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അതുതന്നെ കുറച്ച് വലിയ പ്ലീറ്റ്സാണ് മുന്താണിക്ക് എടുക്കുന്നത്. 4-5 തന്നെ എടുക്കുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളിത് മുന്താണി പ്ലീറ്റ്സ് ആണ് നമ്മളെടുക്കുന്ന മുന്താണി പ്ലീറ്റ്സ് ഞാനിപ്പോൾ സെക്യൂർ ചെയ്ത് വെക്കുന്നത് ഈ ബ്ലൗസിലല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുന്താണി പ്ലീറ്റ്സ് ഞാൻ ആദ്യം എടുക്കുന്ന ലെങ്ത് ഒന്നും കാണുന്നില്ല വീഡിയോൻ്റെ ഇടയ്ക്കൊക്കെ. അപ്പോൾ അതിങ്ങനെ ഞാൻ ഹിപ്പിൻ്റെ ഏരിയയിലോട്ട് ഇതുപോലെ ഇങ്ങനെ കുറച്ചായിട്ട് വലിക്കുമ്പോൾ ഇതിൻ്റെ മുന്താണി പ്ലീറ്റ്സ് കുറച്ച് കയറി വരാൻ ഇറങ്ങി വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ മുന്താണിക്ക് ഇറക്കം കൂടാനും കുറയാനൊക്കെ ചാൻസ് ഉണ്ട് വീഡിയോൻ്റെ മിഡിൽ തന്നെ. പക്ഷേ നമ്മൾ സാധാരണ ബ്ലൗസിലാണ് അത് കുത്തണമെങ്കിൽ അത് പെർഫെക്റ്റായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഞാനത് മുന്നേ പറയുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ടിപ്പ് 1 നോക്കാം. അപ്പോൾ ബോർഡറിൻ്റെ ഭാഗം ഇതുപോലെ ലെഫ്റ്റ് ഹിപ്പിൻ്റെ ഏരിയയിലോട്ട് ഇതുപോലെ വലിച്ചിട്ടുണ്ട്. അപ്പോൾ ബോർഡർ മടങ്ങാതെ തന്നെ ഭംഗിയായിട്ട് വലിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ വലിച്ചു കഴിയുമ്പോൾ ഒരു കോണിച്ചൊരു ഷേപ്പിലായിരിക്കും നമുക്ക് ഈ ബാഗ് ഇട്ട് ഇനി ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് ബോർഡർ മടങ്ങാതെ തന്നെ സെക്യൂർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് രീതിയിലായിരിക്കും നമുക്ക് ലെഫ്റ്റ് ഭാഗത്ത് കിട്ടുക. ഇനി നമുക്ക് ഫ്രണ്ട് പ്ലേറ്റ്സ് എടുക്കാം. ഒരു മീഡിയം സൈസ് ഫ്രണ്ട് പ്ലേറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഒരു 5 പ്ലേറ്റ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം പ്ലേറ്റ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഓരോ എടുത്തേക്കുന്ന പ്ലേറ്റ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ട് സാരിയിലോട്ട് ടക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഹിപ്പ് പ്ലേറ്റ്സ് നല്ല വണ്ണമുള്ളവർക്കും പിന്നെ നല്ല ഷേപ്പ് ഉള്ളവർക്കും പെർഫെക്റ്റ് ആയിരിക്കും. കാരണം നമുക്ക് ഹിപ്പിൻ്റെ ഏരിയയിൽ പ്ലീറ്റ്സ് കുറവായിരിക്കും. അപ്പോൾ വണ്ണമുള്ളവർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ഒതുക്കം തോന്നാനായിട്ട് ഇങ്ങനെ ഒരു ഹിപ്പ് പ്ലീറ്റ്സ് എടുക്കുന്നതായിരിക്കും ഭംഗിയായിട്ട് തോന്നുക. അപ്പോൾ ഇങ്ങനെ എടുക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഭംഗിയായിട്ട് ഷേപ്പിലിരിക്കുകയും ചെയ്യും. അപ്പോൾ നല്ല ഷേപ്പുള്ളവർക്കും ഇങ്ങനെ തന്നെ എടുത്താൽ മതിയാകും. ഇനി എടുത്തേക്കുന്ന പ്ലീറ്റ്സൊക്കെ ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ സെക്യൂർ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ബോർഡർ മേലോട്ടൊന്ന് വലിച്ചിട്ട് വേണം സെക്യൂർ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി റൈറ്റ് ഭാഗത്ത് വന്നേക്കുന്ന എക്സ്ട്രാ ഭാഗം കൂടി ടക്ക് ചെയ്ത് കൊടുക്കാം. ടക്ക് ചെയ്തതിന് ശേഷം സാരി പ്ലേറ്റ്സൊക്കെ ഒന്ന് ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരിക. സാധാരണ ഹിപ്പ് പ്ലേറ്റ്സൊക്കെ എടുക്കാൻ പട്ടുസാരിയിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് നമുക്ക് ഒതുങ്ങിയിരിക്കുന്ന ഇതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് പ്ലീറ്റ്സേ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പിന്നെ നമുക്ക് 3ാമത്തെ പ്ലീറ്റാണ്, അത് കുറച്ച് താഴോട്ടായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ഹിപ്പ് പ്ലീറ്റ്സിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് ടിപ്പ് 2 നോക്കാം. അതിന് തന്നെ ഹിപ്പിൻ്റെ ഭാഗം ഇതുപോലെ ഫ്രണ്ടിലോട്ട് വലിച്ചിട്ട് ഈ ബോർഡർ സാരി പാവാടയിലോട്ട് മുകളിലോട്ട് റൈറ്റ് സൈഡിൽ വരുന്ന രീതിയിൽ പിടിച്ചിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ സെക്യൂർ ചെയ്ത് കൊടുക്കുമ്പോൾ ബോർഡർ മടങ്ങാതെ നോക്കുക. അപ്പോൾ ഇതിങ്ങനെ ലെഫ്റ്റിലെ ഹിപ്പിൻ്റെ ഏരിയ നോക്കിക്കോളൂ. ഇവിടെ ചെറിയ പ്ലീറ്റ്സ് ഇപ്പോൾ നമ്മൾക്ക് ഫ്രണ്ട് പ്ലീറ്റ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ ഈ നമുക്കൊരു മീഡിയം സൈസ് ഫ്രണ്ട് പ്ലേറ്റ്സ് സാധാരണ എടുക്കുന്ന പോലെ തന്നെ എടുക്കാം. എടുത്തതിന് ശേഷം നമുക്ക് കിട്ടിയ പ്ലേറ്റ്സൊക്കെ 1 by 1 ആയിട്ട് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് പിടിച്ചതിന് ശേഷം നമ്മൾ ആദ്യമേ കുറച്ച് മീഡിയം സൈസ് കഴിഞ്ഞിട്ടുള്ളത് ഇതുപോലെ കുറച്ച് ഭാഗം എക്സ്ട്രാ വന്നിട്ടില്ലേ, അവിടെ നിന്ന് നമുക്ക് ഒരു പ്ലീറ്റും കൂടി ഇതുപോലെ എടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുക്കുന്നതിൻ്റെ കാരണം നമുക്ക് മാക്സിമം പ്ലീറ്റ്സ് ഹിപ്പിൻ്റെ ഏരിയയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഹിപ്പ് പ്ലീറ്റ്സ് സ്യൂട്ടബിൾ ആവുന്നത് ഒട്ടും വണ്ണമില്ലാത്തവർക്കാണ്. അപ്പോൾ വണ്ണമില്ലാത്തവർ ഈ ഒരു രീതിയിൽ എടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് നല്ല ഷേപ്പ് കിട്ടുകയും ചെയ്യും, കുറച്ച് വണ്ണമുള്ളതായിട്ട് തോന്നിക്കുകയും ചെയ്യും. അപ്പോൾ വണ്ണമില്ലാത്തവർ
ഈ ഒരു ഹിപ്പ് പ്ലീറ്റ്സ് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഭംഗിയായിട്ട് കുറേ പ്ലീറ്റ്സ് ഉണ്ടാവും ഹിപ്പിൻ്റെ ഏരിയയിൽ. നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇനി ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് എടുത്തേക്കുന്ന പ്ലീറ്റ്സ് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തേക്കുന്ന ആ ബോർഡറൊക്കെ ഒന്ന് ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. എക്സ്ട്രാ വന്നേക്കുന്ന ഭാഗം റൈറ്റ് ഭാഗത്ത് തന്നെ ടക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. പ്ലീറ്റ്സ് ഹിപ്പിൽ നല്ലപോലെ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം കേട്ടോ. അതായത് ഇതാ 1 2 3 4 4 പ്ലീറ്റ്സ് വരെ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് ഭംഗിയായിട്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് കുറേ പ്ലീറ്റ്സ് നമുക്ക് ഹിപ്പിൻ്റെ ഏരിയയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വണ്ണം ഇല്ലാത്തവരും ഷേപ്പ് ഇല്ലാത്തവരൊക്കെ ഈ ഒരു ഹിപ്പ് പ്ലീറ്റ്സ് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് മൂന്നാമത്തെ നോക്കിയാലോ. അപ്പോൾ ടിപ്പ് 3 നോക്കാം. ഇനി ഇതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവന്നേക്കുന്ന ഭാഗം പിൻസ് ഒന്നും കുത്താതെ തന്നെ ഡയറക്റ്റായിട്ട് കുറച്ച് ഭാഗം വിട്ടിട്ട്, ലെഫ്റ്റിൻ്റെ ഭാഗത്ത് കുറച്ച് ഭാഗം വിട്ടിട്ട് നമ്മൾ ഫ്രണ്ട് പ്ലീറ്റ്സ് ഡയറക്റ്റായിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് മാക്സിമം കിട്ടുന്ന പ്ലീറ്റ്സ് എടുക്കുക. കിട്ടിയതിന് ശേഷം നമ്മൾ കിട്ടിയ പ്ലീറ്റ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാം. അറേഞ്ച് ചെയ്തിട്ട് ഒരു പ്ലീറ്റ് ഒന്നും കൂടി വിടുക. അപ്പോൾ ഇങ്ങനെ വിട്ടിട്ട് ഈ ഭാഗം ഇതുപോലെ ലെഫ്റ്റിൻ്റെ ഭാഗത്ത് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. പിൻസ് ഒന്നും നമ്മൾ ഈ ഒരു ഹിപ്പ് പ്ലീറ്റ്സിൽ നമ്മൾ പിൻസ് ഉപയോഗിക്കുന്നില്ല. ഇനി കിട്ടിയ പ്ലീറ്റ്സ് നമ്മൾ സാരി പാവാടയിലോട്ട് ടക്ക് ചെയ്ത് കൊടുക്കാം. ടക്ക് ചെയ്തിട്ട് റൈറ്റ് ഭാഗം ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ലെഫ്റ്റിൽ വിട്ടിട്ടുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതിൽ ഇങ്ങനെ വലിച്ച് ബോർഡർ കൂട്ടി ഇതുപോലെ വലിച്ചിട്ട് റൈറ്റ് ഭാഗത്ത് മേളിലോട്ട് വലിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വലിക്കുമ്പോൾ ലെഫ്റ്റിൽ കുറേ പ്ലീറ്റ്സ് കിട്ടുന്നുണ്ടാവും. നമ്മളിതുപോലെ വലിച്ചെടുക്കുന്ന ഈ ഒരു ഭാഗം നമ്മൾ പിരിക്കുന്നൊന്നുമില്ല. അതുപോലെ തന്നെ സാരി പാവാടയിലോട്ട് ടക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ ഓപ്പൺ ചെയ്ത ഭാഗം കൂടി നമുക്ക് സാരി പാവാടയിലോട്ട് ടക്ക് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് പട്ടുസാരി ആയതുകൊണ്ട് നമുക്ക് പിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ തന്നെ വെച്ചാൽ മതി. കാരണം അത് ഊരി പോരുമൊന്നുമില്ലല്ലോ, അഴിഞ്ഞു പോരുമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ചാൽ മതിയാകും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇനി നമ്മളുടെ ആ ബോർഡർ ഭാഗമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്രണ്ടിൽ എടുത്തേക്കുന്ന പ്ലീറ്റ്സ് ഉണ്ടല്ലോ, ആ പ്ലീറ്റ്സിന് ഇതുപോലെ ഒന്ന് വലിക്കുക. അപ്പോൾ ഈ പ്ലീറ്റ്സ് പിന്ന് കുത്തുമ്പോൾ ഈ ബോർഡർ ഇതുപോലെ ആക്കിയിട്ട് വേണം ഒരു സേഫ്റ്റി പിന്ന്, ബോർഡറും പ്ലീറ്റ്സും കൂടി കൂടുന്ന രീതിയിൽ രണ്ടും കൂടി കൂട്ടിയിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് താഴെ നിന്ന് മേലോട്ട് വരുന്ന രീതിയിൽ സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് വേറൊരു ഹിപ്പ് പ്ലീറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബോർഡർ കഴിഞ്ഞിട്ട് തുടങ്ങി പ്ലീറ്റ്സ് വന്ന് തുടങ്ങിയേക്കാണ്. അപ്പോൾ നമുക്ക് താഴോട്ട് പ്ലീറ്റ്സ് കുറവായിരിക്കും, മേളിൽ തന്നെയായിരിക്കും മാക്സിമം പ്ലീറ്റ്സ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു ഹിപ്പ് പ്ലീറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമുക്ക് ടിപ്പ് 4 നോക്കാം. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ബോർഡറിൻ്റെ ഭാഗം ഫ്രണ്ടിലോട്ട് വലിച്ചിട്ട് അധികം താഴോട്ടല്ലാതെ കുറച്ച് മേളിലോട്ടായിട്ട് തന്നെ ബോർഡറിൽ ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് പാവാടയിൽ കൂട്ടിയിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യണത്. ഇത് ചെയ്യാവുന്ന നമ്മൾ എക്സ്ട്രാ പ്ലീറ്റ്സ് എടുക്കുകയാണ്. അപ്പോൾ ഈ ബോർഡറിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഓരോ പ്ലീറ്റ് ചെറുതായിട്ട് എടുത്തിട്ട് അത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് വരെ ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ഞാനിവിടെ ഒരു 3 പ്ലീറ്റ്സാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 3, 4, 5 പ്ലീറ്റ്സ് എടുക്കാം. ഇത് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആവുന്നത് കുറച്ച് ഫംഗ്ഷൻസിനൊക്കെ, അതായത് കല്യാണങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് ഫംഗ്ഷൻസിനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു സാരി ഡ്രേപ്പ് ആയിരിക്കും പെർഫെക്റ്റ് ആയിട്ട് വരിക. കാരണം നമ്മൾ കുറേ നേരം മണിക്കൂറുകളോളം സാരി എടുത്തുകൊണ്ടിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹിപ്പ് പ്ലീറ്റ്സ് ഒന്നും മാറിപ്പോവാതിരിക്കാനായിട്ട് ഈ ഒരു ഹിപ്പ് പ്ലീറ്റ്സ് ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന പ്ലീറ്റ്സ് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ സെക്യൂർ ചെയ്ത് കൊടുക്കുമ്പോൾ പ്ലീറ്റ്സും സാരി പൗഡർ കൂട്ടിയിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നല്ല ഭംഗിയായിട്ട് ഒതുങ്ങിയിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ സെക്യൂർ ചെയ്തതിന് ശേഷം സാധാരണ നമ്മൾ പ്ലീറ്റ്സ് എടുക്കുന്ന പോലെ തന്നെ ഫ്രണ്ട് പ്ലീറ്റ്സൊക്കെ എത്ര വേണം അതനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ സാരിയുടെ മുന്താണി ഭാഗം കയറി ഇറങ്ങിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടെന്ന്. അതാണ് ഞാൻ ഈ ഹിപ്പ് പ്ലീറ്റ്സ് ഫ്രണ്ടിലോട്ട് വലിക്കും തോറും സാരിയുടെ മുന്താണി കയറി വരികയാണ്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട. നമ്മൾ ബ്ലൗസിലാണ് ഇത് മുന്താണി പ്ലീറ്റ്സ് സെറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ അതങ്ങനെ തന്നെ പെർഫെക്റ്റായിട്ട് ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന പ്ലീറ്റ്സൊക്കെ ഭംഗിയായിട്ട് സാരി പാവാടയിലോട്ട് ടക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കിട്ടിയേക്കുന്ന പ്ലീറ്റ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഹിപ്പ് പ്ലീറ്റ്സിൻ്റെ സ്പെഷ്യാലിറ്റി കണ്ടോ, താഴെ നിന്നും മേളിലോട്ട് വരുന്ന രീതിയിലാണ് ഇതിന് ഹിപ്പ് പ്ലീറ്റ്സ് വരുന്നത്. മാത്രമല്ല കുറേ ഹിപ്പ് പ്ലീറ്റ്സ് നല്ല ഭംഗിയായിട്ട് കൂടുതൽ പ്ലീറ്റ്സ് കിട്ടിയിട്ടുണ്ട്. കുറച്ച് വലിയ ഹിപ്പ് പ്ലീറ്റ്സ് ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. വന്നേക്കുന്ന റൈറ്റ് സൈഡുള്ള ഭാഗം സാരി പൗഡറിലോട്ടാണ് ടക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്ലീറ്റ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്, ഈ പ്ലീറ്റ്സ്. അപ്പോൾ നമുക്കിവിടെ 1 2 3 4 4 പ്ലീറ്റ്സോളം വന്നിട്ടുണ്ട്. അപ്പോൾ താഴത്തെ പ്ലീറ്റ്സൊക്കെ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കല്യാണങ്ങൾക്കാണെന്ന്. അപ്പോൾ അതിന് ഞാനൊരു ടിപ്പും കൂടി പറഞ്ഞുതരാം. അപ്പോൾ നല്ല ഷേപ്പിൽ നല്ല ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലീറ്റ്സ് മാറ്റിയിട്ട് ഈ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് ആ വരുന്ന സാരിയുടെ ഭാഗം പിൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ നല്ല ഷേപ്പിൽ ഒതുങ്ങിയിരിക്കും സാരി. അപ്പോൾ നമ്മൾ ഈ കാറ്റലോഗിലൊക്കെ കാണുന്നില്ലേ സാരി കൊടുത്തിട്ട്, ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഒരു ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ ഇത് ട്രൈ ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അപ്പോൾ 5ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ ഹിപ്പ് പ്ലീറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഫ്രണ്ടിലോട്ട്. ഇതുപോലെ പിടിച്ചിട്ട് ഒന്ന് പിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. താഴെ നിന്ന് മേളിലോട്ടായിട്ടുള്ള രീതിയിലിട്ട് പിരിച്ചു കൊടുക്കുക. പിരിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇതുപോലെ പിരിക്കുന്നതനുസരിച്ചിട്ട് നമുക്ക് ലെഫ്റ്റിൽ ഹിപ്പിൻ്റെ ഏരിയയിൽ പ്ലീറ്റ്സ് കിട്ടുന്നതായിരിക്കും. ഇനി ഇത് നമുക്ക് റൈറ്റ് ഭാഗത്തോട്ട് സാരി പാവാടയിലോട്ട് ടക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ടക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റിൽ കുറേ പ്ലീറ്റ്സ് കാണുന്നില്ലേ. ഇനി ഈ ടക്ക് ചെയ്ത ഭാഗത്ത് അതിങ്ങനെ അഴിഞ്ഞു പോരാതിരിക്കാനായിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് പാവാടയും ആ ടക്ക് ചെയ്ത ഭാഗം കൂടി കൂട്ടിയിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കണം. ഇനി ഫ്രണ്ട് പ്ലീറ്റ്സ് സാധാരണ എടുക്കുന്ന പോലെ എടുക്കാം. സാധാരണ എടുക്കുന്ന ഫ്രണ്ട് പ്ലീറ്റ്സ് എടുത്തിട്ട് നമുക്ക് ടക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സാരി ഉടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്താൽ മതിയിട്ട്. ഇതാവുമ്പോൾ അധികം സമയമൊന്നുമില്ല, വേഗം കഴിയും. ജസ്റ്റ് ഇങ്ങനെ പിരിച്ചു കൊടുത്തിട്ട് റൈറ്റ് സൈഡിലോട്ട് ടക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി എടുത്തേക്കുന്ന ഫ്രണ്ട് പ്ലീറ്റ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് പിടിച്ചിട്ട് സാരി പാവാടയിലോട്ട് ടക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യണത്. ഇനി ടക്ക് ചെയ്തതിന് ശേഷം റൈറ്റിൽ എക്സ്ട്രാ വന്നേക്കുന്ന ഭാഗം കൂടി സാരി പാവാടയിലോട്ട് ടക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട് അങ്ങനെ പിരിച്ചുകൊണ്ട്. അപ്പോൾ അത് കുറച്ച് ബാക്കിലോട്ട് വലിച്ചിട്ട് വേണം ആ ഭാഗമൊക്കെ ഒന്ന് ടക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ സാധാരണ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല റൈറ്റ് ഭാഗത്ത്. പക്ഷേ ഈ ഒരു ഹിപ്പ് പ്ലീറ്റ്സിന് നമുക്ക് കുറച്ച് എക്സ്ട്രാ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ അത് വലിച്ച് തന്നെ കുത്തുക. ഇനി ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് ഫ്രണ്ടിലെ പ്ലീറ്റ്സൊക്കെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി നോക്കിക്കോളൂ. 4 പ്ലീറ്റ്സ് മേളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിരിക്കുന്നതനുസരിച്ചിട്ടാണ് നമുക്ക് പ്ലീറ്റ്സ് ഇടുക. അപ്പോൾ എത്ര നേരം നമ്മൾ പിരിക്കുന്നോ അതനുസരിച്ച് നമുക്ക് പ്ലീറ്റ്സ് കയറി വരും കേട്ടോ. അപ്പോൾ നമുക്ക് മുകളിൽ ഇതുപോലെ 4 പ്ലീറ്റ്സ് വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് താഴോട്ട് നല്ല ഷേപ്പിൽ വന്നിട്ടുമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഒരെണ്ണം വരുന്നത് ഏകദേശം ഒരു മുട്ടുകാലിൻ്റെ അടുത്തൊക്കെ ആയിട്ടാണ് അടുത്ത ഒരു പ്ലീറ്റ് വന്നേക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഫ്രണ്ടിലോട്ട് ഹിപ്പിൻ്റെ ഏരിയയിൽ നിന്ന് വലിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് താഴത്തോട്ടായിട്ടാണ് ഈ ഒരു സേഫ്റ്റി പിന്ന് നമ്മൾ സെക്യൂർ ചെയ്തേക്കുന്നത്. ഇനി ഫ്രണ്ട് പ്ലീറ്റ്സ് നമ്മൾ ചെറിയതായിട്ട് എടുക്കുകയാണ്. എടുത്തിട്ട് നമ്മൾ എടുക്കുന്ന പ്ലീറ്റ്സൊക്കെ ഒന്ന് കുടഞ്ഞ് ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ സാരി പാവാടയിലോട്ട് ടക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഹിപ്പിൻ്റെ ഏരിയയിൽ പ്ലീറ്റ്സേ ഉണ്ടാവില്ല, മറിച്ച് ഏറ്റവും താഴെ, അതായത് ഏകദേശം നമ്മുടെ മുട്ടിൻ്റെ ഏരിയയിൽ തുടങ്ങിയിട്ടായിരിക്കും നമുക്ക് പ്ലീറ്റ്സ് തുടങ്ങുക. അപ്പോൾ ഇതാണ് ഈ ഒരു സാരി ഡ്രേപ്പിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് മാക്സിമം ഹിപ്പ് പ്ലീറ്റ്സ് ഉണ്ടാവില്ല നമുക്ക് ഹിപ്പിൻ്റെ ഏരിയയിൽ, ഇതുപോലെ ആയിരിക്കും. അപ്പോൾ താഴെ തുടങ്ങിയിട്ടായിരിക്കും ഹിപ്പ് പ്ലീറ്റ്സ് തുടങ്ങുക. അപ്പോൾ ഹിപ്പ് പ്ലീറ്റ്സ് ഒന്നും വേണ്ടാന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു പ്ലീറ്റ്സ് ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് 6 തരത്തിലുള്ള ഹിപ്പ് പ്ലീറ്റ്സ് ട്രൈ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇനി ഹിപ്പ് പ്ലീറ്റ്സ് എടുക്കാനൊന്നും ആർക്കും ബുദ്ധിമുട്ടൊന്നും വേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഹിപ്പ് പ്ലീറ്റ്സ് എടുത്ത് സാരി ഭംഗിയായിട്ട് എടുത്തോളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് അടുത്ത സാരി ഡ്രിപ്പിംഗ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.